ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ചെറുപയർ എന്താ പറയുക തോരൻ വയ്ക്കുകയാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. ഞാനിത് മുളപ്പിച്ചെടുത്ത ചെറുപയർ കൊണ്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പം ഞാനിവിടെ മുളപ്പിച്ചെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ അതെടുത്തിട്ട് വാരി വെച്ചു. അന്നേരം അത് വെള്ളമില്ലാതെ വാരി വെച്ച് കഴിയുമ്പോൾ നമ്മളൊരു 5-6 മണിക്കൂർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ കിളുത്ത് വരും. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറുപയർ. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് 2 അല്ല 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉണക്കമുളക് ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി 4-5 എണ്ണം, പിന്നെ പച്ചമുളക് 2 അല്ല 3, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ സവോള. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇടാം, അതാണ് ഒന്നും കൂടെ നല്ലത്. ഞാനിവിടെ സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെ മുളപ്പിച്ച പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പയർ മുളപ്പിക്കാൻ നമുക്ക് തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെയോ അല്ലെങ്കിൽ ഒരു ദിവസം ഇന്ന് ഉച്ചയ്ക്ക് ഇട്ടിട്ട് നാളത്തേക്ക് വൈകുന്നേരത്തേക്ക് വാരി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉച്ചയാകുമ്പോഴത്തേക്കും മുളയ്ക്കും. അങ്ങനെ ആക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഞാനിത് ചേർക്കുന്നത് നമ്മുടെ തേങ്ങ പീരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുളപ്പിച്ച് വെച്ച പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പയർ ഞാൻ പറഞ്ഞില്ലേ, മുളപ്പിക്കുന്നത് നമുക്ക് ഒരു ദിവസം നൈറ്റിൽ നമ്മൾ വാരി വെച്ചിരുന്നാൽ മതി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് മുളയ്ക്കും. നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വൈകുന്നേരം വാരി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് മുളച്ചിരിക്കും പയർ. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കുതിർത്ത പയറല്ലേ, വെള്ളത്തിലിട്ട് കുതിർത്ത പയറായതുകൊണ്ട് ഞാനിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനൊരു 10-15 മിനിറ്റിനകത്ത് ഏകദേശം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പയർ ഏകദേശം വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.